ഇനി ടെക് ലോകത്തെ വാർത്തകൾ നോക്കാം. ചന്ദ്രനിലേക്കുള്ള യാത്രയിൽ നിർണായകമായ ഘട്ടം കടന്ന നാസയുടെ ആർടെമിസ് 2 ദൗത്യം ഭൗമ പരിക്രമണ പദം വിട്ട് ഓറിയോൺ പേടകം ചാന്ദ്ര ആകർഷണ വലയത്തിലേക്ക് കടന്നു. 1972 ശേഷം ഇതാദ്യമായാണ് ചന്ദ്രന്റെ ഇത്രയും സമീപത്ത് മനുഷ്യർ എത്തുന്നത്. ചരിത്രം കുറിച്ച് നാസയുടെ ആർട്ടിമസ് 2 ചന്ദ്രന്റെ കൂടുതൽ അടുത്തേക്ക് എത്തുന്നു. ദൗത്യത്തിന്റെ 5ാം ദിനത്തിൽ 4 ബഹിരാകാശ യാത്രികരെയും വഹിച്ചുകൊണ്ടുള്ള പേടകം ചന്ദ്രന്റെ ആകർഷണ വലയത്തിലേക്ക് പ്രവേശിച്ചു. 1972 ശേഷം ഇതാദ്യമായാണ് ചന്ദ്രന്റെ ഇത്രയും സമീപത്ത് മനുഷ്യർ എത്തുന്നത്. ചന്ദ്രനിൽ നിന്നും 66,000 കിലോമീറ്റർ അകലെയാണ് പേടകം ഇപ്പോൾ സ്ഥിതി ചെയ്യുന്നത്. ഇന്ന് ഇന്ത്യൻ സമയം രാത്രി 11:26 ഭൂമിയിൽ നിന്നും ഏറ്റവും അകലെ ഓറിയോൺ പേടകം എത്തും. ഇതോടെ അപ്പോളോ 13ന്റെ റെക്കോർഡ് ഭേദിക്കും. അർദ്ധരാത്രി 12:15 മുതൽ സംഘം ചാന്ദ്ര നിരീക്ഷണം തുടങ്ങും. ഓറിയോൺ ചന്ദ്രന്റെ പിന്നിലേക്ക് പോകുന്നതിനാൽ നാളെ പുലർച്ചെ 4:14 പേടകവും ഭൂമിയും തമ്മിലുള്ള ബന്ധം നഷ്ടപ്പെടും. 40 മിനിറ്റോളം പേടകവും ഭൂമിയും തമ്മിൽ ബന്ധമുണ്ടാകില്ല. ഈ സമയം ചന്ദ്രന്റെ അപ്പുറത്തു നിന്നും ഭൂമി അസ്തമിക്കുന്നതും ഉദിക്കുന്നതും യാത്രികർക്ക് കാണാൻ കഴിയും. ദൗത്യത്തിന്റെ 7ാം ദിനമാണ് സംഘത്തിന്റെ ഭൂമിയിലേക്കുള്ള മടക്കയാത്രയ്ക്ക് തുടക്കമാവുക. 10ാം നാൾ ഭൂമിയിലേക്ക് ഓറിയോൺ പേടകം തിരിച്ചിറങ്ങും. ന്യൂസ് ഡെസ്ക് മൈഫിൻ ടിവി. ഇന്ത്യൻ നിരത്തുകളിൽ നിന്ന് ഡീസൽ ഇന്നോവകൾ പൂർണ്ണമായും പിൻവാങ്ങുന്നു. അടുത്ത വർഷം ഏപ്രിലിൽ ഇന്ത്യയിൽ പ്രാബല്യത്തിൽ വരുന്ന മലിനീകരണ നിയന്ത്രണ മാനദണ്ഡങ്ങൾക്ക് മുന്നോടിയായാണ് ടൊയോട്ടയുടെ നിർണായകമായ നീക്കം. ക്രിസ്റ്റയ്ക്ക് പകരം ഇന്നോവ ഹൈക്രോസ് ഹൈബ്രിഡിന്റെ കുറഞ്ഞ വിലയിലുള്ള പുതിയ പതിപ്പ് വിപണിയിലെത്തുമെന്നും സൂചനയുണ്ട്. 2027 ആദ്യപാദത്തിൽ തങ്ങളുടെ വിശ്വസ്ത മോഡലായ ഇന്നോവ ക്രിസ്റ്റയുടെ വിൽപ്പന അവസാനിപ്പിക്കാൻ ടൊയോട്ട ഒരുങ്ങുന്നതായാണ് പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ. 2025 തന്നെ ഇന്നോവ ക്രിസ്റ്റ നിർത്തലാക്കാൻ ടൊയോട്ട തീരുമാനിച്ചിരുന്നു. എന്നാൽ വിപണിയിൽ നിന്നുള്ള പൊതുവിലുള്ള സമ്മർദ്ദവും പ്രത്യേകിച്ച് ടാക്സി ഓപ്പറേറ്റർമാരുടെ താൽപര്യവുമെല്ലാം ഈ തീരുമാനത്തെ നീട്ടിക്കൊണ്ടുപോയി. 2025 ചിപ്പ് ക്ഷാമം കാരണം ഇന്നോവ ഹൈക്രോസിന്റെ ഉൽപാദനം കുറഞ്ഞതും ടൊയോട്ടയെ ക്രിസ്റ്റയുടെ വിൽപ്പന തുടരാൻ പ്രേരിപ്പിച്ചു. 2027 തുടക്കത്തിൽ കാഫ് 3 മലിനീകരണ നിയന്ത്രണ നിയമങ്ങൾ നടപ്പിലാക്കാൻ ഇന്ത്യ ഒരുങ്ങുന്നതാണ് ഇന്നും ജനപ്രിയ വാഹനമായ ക്രിസ്റ്റയെ പിൻവലിക്കാൻ ടൊയോട്ടയെ നിർബന്ധിതരാക്കുന്നത്. അതേസമയം ക്രിസ്റ്റയ്ക്ക് പകരം ഇന്നോവ ഹൈക്രോസ് ഹൈബ്രിഡിന്റെ കുറഞ്ഞ വിലയിലുള്ള പുതിയ പതിപ്പ് വിപണിയിലെത്തിയേക്കുമെന്നും സൂചനയുണ്ട്. നിലവിൽ ഇന്നോവ ഹൈക്രോസ് ഹൈബ്രിഡ് മോഡലുകൾക്ക് സാധാരണ പെട്രോൾ പതിപ്പുകളേക്കാൾ 10 ലക്ഷം രൂപയുടെ വില കൂടുതലുണ്ട്. നിലവിൽ ഹൈക്രോസിനേക്കാൾ കുറഞ്ഞ ഫീച്ചറുകളും സ്വാഭാവികമായും കുറഞ്ഞ വിലയുമാകും പുതിയ മോഡലിനുണ്ടാവുക എന്നാണ് ലഭിക്കുന്ന വിവരം. ഇത് പ്രധാനമായും ടാക്സി ഓപ്പറേറ്റർമാരെ ലക്ഷ്യം വെച്ചുള്ള നീക്കമാണ്. ഡീസൽ വാഹനങ്ങൾക്ക് സമാനമായ ഇന്ധനക്ഷമതയും ടൊയോട്ടയുടെ വിശ്വസ്തതയും ആഗ്രഹിക്കുന്നവരെ ആകർഷിക്കാനാണ് ഈ മാറ്റം. ന്യൂസ് ഡെസ്ക് മൈഫിൻ ടിവി. എളുപ്പത്തിൽ സമ്പാദ്യം വളർത്താം. ഇന്ന് തന്നെ മൈഫിൻ ടിവി ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ.